ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് ഞാൻ മിസ്റ്റർ കദീർ നമ്മളെ കൂട്ടുകാർ നമ്മളെല്ലാം ഇന്ന് സ്കൈറ്റിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ സ്കൈറ്റിങ്ങിന് വരുന്നത്. അതുമാത്രമല്ല, നമുക്ക് പുതിയതാ ജേഴ്സി എല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മളെ ഗ്രൂപ്പിൻ്റെ പേരിട്ടിട്ടുള്ള. അപ്പോൾ D3 പോകണം. പിന്നെ ഇവിടെ ഇപ്പോൾ ചെറിയൊരു പാർക്കുണ്ട്, അവിടേക്ക് വന്നിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ സ്കൈറ്റിങ്ങിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് പോകട്ടെ. അപ്പോൾ അതൊരു ഇറക്കണം. ഈ ഇറക്കത്തേക്ക് ഞാൻ ബ്രേക്കെല്ലാം പിടിച്ച് പോകുന്നതാണ് കാണുന്നത്. ഞാനെല്ലാം അതെല്ലാം പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ബ്രേക്കൊക്കെ പിടിച്ചിട്ട് ഇത് അങ്ങനെ ഇറങ്ങി പോകുന്നപ്പോൾ കെതിയറിൻ്റെ പിന്നിൽ അവന് വെരിക്കൂട്ടെല്ലാം പറഞ്ഞിട്ട് ഇത് അങ്ങനെ വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. വീണ്ടും അവിടെ നിന്ന് താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകണം കേട്ടോ. അപ്പോൾ അതും ഞാനെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കെതിയർ ബാക്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഒരു വിധത്തിലെല്ലാം ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇല്ല, കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഇവിടുന്ന് സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോകണം. അപ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങുന്ന ആ സ്റ്റൈലൊക്കെ കാണുന്നത് ഫസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയും ഒന്നുകൂടി ഇമ്പ്രൂവ് ആവാണ്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. സ്കേറ്റിങ് ചെയ്യാൻ ബാലൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാനുള്ള ബാലൻസ് എല്ലാം ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഷഹീദ് അവിടെ വന്നിട്ടുണ്ട്. ഷഹീദ് 2 മണിക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ 3 മണിക്കൂടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഷഹീദിനെ കെതിയർ വിളിച്ചിട്ട് ഷഹീദിൻ്റെ അടുത്തേക്ക് പോകുന്ന കാഴ്ച നിങ്ങളെ കാണുന്നത്. ഷഹീദ് അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അവിടെ പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനുണ്ട്. സ്കൈറ്റിങ് പിന്നെ ഇനി അവരുടെ അഭ്യാസങ്ങളെല്ലാം ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. देखा ब्रो, स्टाइल उधर से तेरी बदल गया। ठीक है, एक बार से स्क्रैच के बड़ा समझ कॉल. അങ്ങനെ ഷഹീദിനെ കണ്ട് നമ്മൾ ആ സന്തോഷങ്ങളെല്ലാം പങ്കുവെച്ച് ഇനി സ്കേറ്റെല്ലാം അവിടെ ഈ ബാഗെല്ലാം കൊണ്ടുവച്ചിട്ട് ഇനി സ്കേറ്റിങ് തുടങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് സ്കേറ്റിങ്ങിൻ്റെ ആ ഒരു ഭാഗട്ടാ. ചെറിയൊരു ഇതാണ്, ഷാർജത്തെ അത്ര ഒന്നുമില്ല, ചെറിയൊരു പാർക്ക്. എന്നാലും അത്യാവശ്യം ചെയ്യാനുള്ളതെല്ലാം ഉണ്ട്. പിന്നെ ഇതാ അവിടെ ഒരു കുട്ടി, ആ കുട്ടി അവിടെ സ്കേറ്റിങ് ചെയ്യാൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ചുറ്റോറമുള്ള കാഴ്ചയാണത്. ഏകദേശം ദുബായ് മാളിൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ കാണുന്നത്. പക്ഷേ ഇതെല്ലാം ഇതിപ്പോൾ ഒരുപാട് നേരത്തെ വന്നിട്ടുണ്ട്. ആ കുട്ടി അത് അവിടെ നിൽക്കുന്നുണ്ട്. അവനും പഠിച്ച് വരണുള്ളൂ. നമ്മൾ മെട്രോയിൽ വന്ന് പിന്നെ മെട്രോ ഇറങ്ങിയിട്ട് ഒരു 2-3 കിലോമീറ്റർ സ്കേറ്റ് ചെയ്ത് വരാണ്ട് ഇവരൊക്കെ ഇവിടെ അഭ്യാസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒരു വാമപ്പെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. ഇനി കാണാം, ഒരുപാട് ജമ്പിങ്ങും കാര്യങ്ങളെല്ലാം ഇനി ചെയ്തു തുടങ്ങും. അപ്പോൾ ആദ്യം തന്നെ അത് അവിടെ ജമ്പ് ചെയ്തിട്ട് ഷെയ്ദ് അവിടെ വീണ്. കെദീർ അതാ ജമ്പ് ചെയ്തിട്ട് ഇങ്ങനെ ബാക്ക് ഇങ്ങോട്ടേക്ക് റിട്ടേൺ തിരിഞ്ഞ് ചാടിഞ്ഞ്. അതേപോലെ 360 അവന് അങ്ങനെ ജമ്പ് ചെയ്യട്ടെ. അതൊക്കെ അവൻ ചെയ്യാറുണ്ട്. ഷെയ്ദ് അത് പറ്റുന്നില്ല. അപ്പോൾ ചെയ്ത് നോക്കാണ്. കെദീറിന് അതാ ജമ്പ് ചെയ്യണില്ലേ. ജമ്പീൻ്റെ കാര്യത്തിൽ കെദീർ ഭയങ്കര ഇതാട്ടോ. പക്ഷെ സ്ലോ മോഷൻ ചെയ്യാൻ കെദീർ അത്ര അങ്ങോട്ട് പോരാ. എന്നാലും കുറച്ചൊക്കെ ചെയ്യും. ജമ്പിങ്ങിൻ്റെ കാര്യത്തിൽ അവനെ വെട്ടിക്കാൻ ഞാൻ കണ്ടെടുത്തല്ലോ ഇവിടെ വേറെ ആരുമില്ല. പക്ഷെ സ്ലോ മോഷൻ ചെയ്യാൻ അറിയില്ല. അതൊക്കെയാണ് ഒരു വ്യത്യാസങ്ങൾ. പിന്നെ ആ കുട്ടി സ്കേറ്റിങ് ചെയ്ത് പോകണില്ല. അതുപോലെ അതിൻ്റെ അച്ഛന് വന്നിട്ട് സ്കേറ്റിംഗ് ബോർഡിലാണ് പോയിട്ടാ. അയാൾ സ്കേറ്റിംഗ് ബോർഡ് ചെയ്യും, ആ കുട്ടി വന്നിട്ട് സ്കേറ്റിങ് ചെയ്യും. അപ്പോൾ അങ്ങനെ 2 പേരും ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇന്ന് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, ആൾക്കാർ ഇവിടെ കുറവാണ് കാണുന്നത്. ഇവിടെ കൂടുതലും ഷൂവിൽ ചെയ്യാനല്ല, സ്കേറ്റിംഗ് ബോർഡിൽ ചെയ്യാനാണ് ഒരുപാട് പേരുള്ളത്. ഷെയ്ദും കെദീറും അങ്ങനെ ജമ്പ് ചെയ്തിട്ട് അങ്ങനെ ചെറുതായിട്ട് അവരെ ഇതിങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇനി ഒരുപാട് ജമ്പിങ് എല്ലാം നമ്മൾ ഇതിൻ്റെ വീഡിയോസിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ ഞാനും എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ.
കെതിയർ ചെയ്താണ്ടില്ല, ബാക്ക് ജമ്പ് ചെയ്തിട്ട് അവിടെ ഇരിക്കാനോ നോക്കിയപ്പോൾ വീണ്. അപ്പോൾ അത് അവർ സ്പീഡൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുവിധമൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കുറേ ഒന്നും ഉൾപ്പെടുത്താത്തത് കൊണ്ടിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് പഠിച്ച ബാക്ക് ജമ്പ് അതൊക്കെയാണ് വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് പറഞ്ഞത് 360 കെതിർ പറഞ്ഞിട്ട് തന്നെ ബാക്ക് അവിടെ പോയിട്ട് ജമ്പ് ചെയ്താണ്ടില്ലേ, അതിലൊക്കെ കെതിർ ഭയങ്കര എക്സ്പെർട്ടാണ്. പിന്നെ കെതിറിന് വേറൊരു ഷൂസും കൂടി ഉണ്ട്, അതിൽ കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഈ ഇരുമ്പിൻ്റെ ഫ്രെയിമും കൂടി എല്ലാം അങ്ങനെ നിറങ്ങി പോകുന്ന പരിപാടി. അപ്പോൾ അതിൻ്റെ മുകളിലെല്ലാം ജമ്പ് ചെയ്തിട്ട് പോയാൽ പോക്കണ്ടില്ല. ജമ്പിങ്, ലോങ് ജമ്പിങ്, അതുപോലെ ഹൈ ജമ്പ്, ഇതെല്ലാം ഭയങ്കരമായിട്ട്. പിന്നെ ഞാനിതാ സ്കേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകട്ടെ. അപ്പോൾ അങ്ങടായ ഇറക്കത്തിൽ കൂടെയൊക്കെ ഞാനും ആദ്യമൊന്നും പറ്റുന്നില്ല, ഇപ്പോൾ ഒരുപാട് പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഞാനും അതൊക്കെ ചെറുതായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മോളിലേക്ക് കയറുന്നതും അതൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി വന്നിട്ടുണ്ട്. അതേപോലെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ബാക്കിലെ സ്ലോ കൂടി ഇങ്ങനെ ഇറങ്ങി പോകുന്നതൊക്കെ ഞാനും ഒരുവിധമൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രേക്ക് അതുപോലെ ബ്രേക്കും ഒരുവിധം കുഴപ്പമില്ലാണ്ട് ഞാൻ ബ്രേക്ക് പഠിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ ജമ്പിങ്, ബാക്ക് ജമ്പിങ്ങും ചെറുതായിട്ടൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്ക് ജമ്പാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒന്നുകൂടി ഇമ്പ്രൂവ് ആവാണ്ട്, പക്ഷെ എന്നാലും ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. പിന്നെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന പോലെയല്ല, നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രായമായതുകൊണ്ട് ആ ജമ്പിങ്ങിൻ്റെ ഇതൊക്കെ പഠിച്ചു വരാൻ കുറച്ചുകൂടി ഇതുണ്ട്. പക്ഷേ ജമ്പിങ് കാര്യങ്ങളെല്ലാം ഒരുവിധം ഹോക്കായി വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈറ്റിങ് പഠിക്കാൻ വയസ്സൊരു പ്രശ്നമേ അല്ല. നമുക്ക് ധൈര്യം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം വീഴുന്നുണ്ടാലും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. നല്ലൊരു ബോഡി വാമപ്പിനും നല്ലൊരു എക്സസൈസും കൂടിയാണ് സ്കേറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ചിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ ടേൺ ചെയ്യുന്ന ആ ഒരു സ്റ്റൈലട്ടാ. ബ്രേക്ക് ഇങ്ങനെ പോയിട്ട് ബ്രേക്ക് പിടിക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ടേൺ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പിടിക്കുന്നതും കൂടിയിട്ട് അങ്ങോട്ട് ആ ഇതിൻ്റെ അകത്തേക്ക് എത്തും. നമുക്ക് മുട്ടും ടച്ച് ചെയ്യാൻ പോകുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക് പിടിക്കണമെന്ന് തന്നെ കണ്ടില്ല, അതേപോലെ തന്നെ അങ്ങോട്ട് ടേൺ ചെയ്യുക. അപ്പോൾ അത് കുറച്ച് ഇതായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സ്ട്രോങ് ആക്കി നിർത്താന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിർത്തുകയും ചെയ്യുക. അപ്പോൾ അതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് വരണം. സുഹൃത്തുക്കൾ, അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഈ പാർക്കിലൊക്കെ വരുന്നുണ്ട് സ്കൈറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുവിധം ഞാൻ പഠിച്ചതെല്ലാം പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഇവിടെ വളരെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ കെതിറിൻ്റെ നമ്മൾ അവരിതെല്ലാം സ്കൈറ്റെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോസ് തന്നെയാണ്. എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ ഒരുവിധം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്നതിനെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ മാറ്റി വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.